തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ PR വർക്ക് നടത്തുന്നത് സ്വാഭാവികമാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കളും ജനപ്രതിനിധികളുമെല്ലാം തങ്ങളുടെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനും എതിരാളികളുടെ വീഴ്ചകൾ തുറന്നു കാട്ടാനും ഒക്കെ ഈ PR വർക്ക് നടത്താറുണ്ട്. അത് വാർത്തകളിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോകളിലൂടെയാണെങ്കിലും സോഷ്യൽ മീഡിയ വഴിയുള്ള ഇത്തരത്തിലുള്ള വീഡിയോകളും വാർത്തകളും എല്ലാം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഒരു എതിരാളികളെ അല്ലെങ്കിൽ എതിർ പാർട്ടിയിലുള്ള ജനപ്രതിനിധികളെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു നാടകം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് ഷൂട്ട് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു PR വർക്കാക്കി മാറ്റുന്ന പ്രവണത ഇപ്പോൾ ഏറി വരികയാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് CPM തന്നെയാണ്. എതിരാളികളെ അധിക്ഷേപിക്കാനും വ്യക്തിഹത്യ ചെയ്യാനും മാത്രമല്ല, സ്വന്തം കാര്യങ്ങൾ പുകഴ്ത്തിപ്പാടാനും ഒക്കെ പല രീതിയിലുള്ള PR വർക്കുകൾ നടത്തുകയും അതൊക്കെ തന്നെ പൊളിഞ്ഞ പാളീസാവുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കാണുന്നത്. ഇത്തരത്തിൽ എതിരാളികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് CPM വെക്കുന്ന വെടികളെല്ലാം സ്വന്തം ആസനത്തിൽ തന്നെ തിരികെ വന്ന് കൊള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കുണ്ടറ മണ്ഡലത്തിൽ നിന്നുമുള്ള ചില ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. കുണ്ടറയിലെ MLA കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായിട്ടുള്ള PC വിഷ്ണുനാഥ് ആണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കുണ്ടറ തന്റെ മണ്ഡലത്തിൽ എത്തി അവിടെ കൊറ്റങ്കരയിൽ ഒരു കശുവണ്ടി ഫാക്ടറിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് MLA ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, സിറ്റിംഗ് MLA എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ എത്തുന്നത്. അപ്പോൾ ധാരാളം കശുവണ്ടി തൊഴിലാളികൾ, സ്ത്രീകളൊക്കെ തന്നെ ധാരാളം അവിടെയുണ്ട്. അപ്പോൾ MLA കാണുമ്പോൾ ഒരു കശുവണ്ടി തൊഴിലാളി, ഒരു മധ്യവയസ്കയായ ഒരു യുവതി ഓടി വന്ന് MLA തടഞ്ഞു നിർത്തുകയും ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകയാണ്, കോൺഗ്രസ്സുകാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് MLAക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും, നിങ്ങൾ ജയിച്ചു പോയതിനു ശേഷം ഇതുവരെ നിങ്ങളെ മുഖം കണ്ടിട്ടില്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിക്കാൻ വന്നപ്പോഴാണ് കണ്ടത്, പിന്നീട് ഇതുവരെയും കണ്ടിട്ടില്ല, ഞാനും ഒരു കോൺഗ്രസ്സുകാരിയാണ് എന്നവർ ഇടയ്ക്കിടയ്ക്ക് ഈ പുട്ടിന് പീരിടുന്ന പോലെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുവരെയും കാര്യങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല, കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, മാത്രമല്ല എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാലും കോൺഗ്രസ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം MLA തടഞ്ഞു നിർത്തി സംസാരിക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ പിന്നീട് അത് വൈറലാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ വീഡിയോ CPMന്റെ അവിടുത്തെ സൈബർ ഹാൻഡിലുകളെല്ലാം വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഈ വീഡിയോ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇതിനുശേഷം PC വിഷ്ണുനാഥ് MLA അദ്ദേഹം കൊല്ലത്ത് മറ്റൊരു പരിപാടിക്കായിട്ട് പോയി. ആ പരിപാടിക്കായിട്ട് പോകുന്ന വഴിക്കാണ് അദ്ദേഹം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലാകുന്ന കാര്യം അറിഞ്ഞത്. അദ്ദേഹം കൊല്ലത്തെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ തിരികെ എത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം വീണ്ടും ഈ പറയുന്ന കശുവണ്ടി തൊഴിലാളികളെ കാണുന്നു. അപ്പോൾ അവിടെയുള്ള കശുവണ്ടി തൊഴിലാളികൾ എല്ലാവരും, മറ്റ് സ്ത്രീകൾ എല്ലാവരും വന്ന് പറയുന്നുണ്ട്, അവർ രാഷ്ട്രീയം കളിച്ചതാണ്, അവരൊരു നാടകമാണ് ക്രിയേറ്റ് ചെയ്ത് പ്രശ്നമുണ്ടാക്കാൻ വന്നതാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ പറയുന്ന മറ്റുള്ള വനിതാ തൊഴിലാളികളെല്ലാം തന്നെ PC വിഷ്ണുനാഥോട് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നതിനൊപ്പം PC വിഷ്ണുനാഥ് മുൻ വീഡിയോയുടെ പൂർണ്ണമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ പുറത്ത് വിട്ടുകൊണ്ട് CPMന്റെ ഈ നാടകം പൊളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ഈ തൊഴിലാളിയായിട്ടുള്ള സ്ത്രീ വന്നുകൊണ്ട് PC വിഷ്ണുനാഥിനോട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പറയുന്നു. ആ പ്രശ്നങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് CPM ഹാൻഡിലുകൾ പുറത്തുവിട്ടതെങ്കിൽ പിന്നീട് ഈ പറയുന്ന സ്ത്രീയെ തേടിപ്പിടിച്ച് PC വിഷ്ണുനാഥ് MLA അവർ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കശുവണ്ടി തൊഴിലാളികൾക്ക് ഇത്രയധികം പ്രശ്നങ്ങളുള്ളത്? ഓരോ കശുവണ്ടി തൊഴിലാളി ഫാക്ടറികളും പൂട്ടിപ്പോവുകയാണ്. പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കശുവണ്ടി തൊഴിലാളികൾക്ക് 3 പെൻഷൻ വരെ ലഭിച്ചിരുന്നു. വയോധിക പെൻഷനും ഒപ്പം തന്നെ വിധവാ പെൻഷനും ഉൾപ്പെടെ 3 പെൻഷൻ ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഈ പെൻഷനുകളെല്ലാം വെട്ടിക്കുറച്ചു. 2000 രൂപയായിട്ട് പെൻഷൻ ഏറ്റവും അവസാനം വർദ്ധിപ്പിച്ചെങ്കിൽ പോലും എല്ലാവർക്കും ഒരു പെൻഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 3 പെൻഷനുകൾ തന്നെ, പല വിധത്തിലുള്ള പെൻഷനുകൾ ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ചും കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നതാണ്. അത് ഇല്ലാതാക്കിയത് ഈ പിണറായി വിജയൻ സർക്കാരാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രവുമല്ല, ഈ സർക്കാരിന്റെ കാലത്ത് നിരവധി കശുവണ്ടി ഫാക്ടറികൾ പൂട്ടിപ്പോയിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നിയമസഭയിൽ നിരവധി തവണ അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് താനൊരു MLA ആണ്, ഒരു മന്ത്രിയല്ല എന്നുള്ള കാര്യം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ നിയമസഭയിൽ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. അത് സത്യവുമാണ്. നമ്മൾ പലപ്പോഴും അടിയന്തര പ്രമേയമായിട്ടും ഒക്കെ തന്നെ ഈ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി തവണ സഭയിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു MLA ആണ് PC വിഷ്ണുനാഥ്. നമുക്കറിയാം, കൊല്ലം എന്ന് പറയുന്ന ഒരു കശുവണ്ടി തൊഴിലാളികളുടെ ഒരു ജില്ലയാണ്, നിരവധി തൊഴിലാളികളുടെ ഒരു ജില്ലയാണ്. അപ്പോൾ അവിടുത്തെ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ നിരന്തരം സർക്കാരിന്റെയും മന്ത്രിയുടെയും ഒക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് സഭയ്ക്കകത്തും പുറത്തും നിരന്തരം ഇടപെടലുകൾ നടത്തുന്ന ഒരു ജനപ്രതിനിധിയാണ് PC വിഷ്ണുനാഥ്.
അപ്പോൾ അക്കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പുറകിൽ നിന്നുകൊണ്ട് രണ്ട് യുവാക്കൾ ഈ വീഡിയോ ചിത്രീകരിക്കുകയാണ്. അതായത് ഈ സ്ത്രീ MLA തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ യുവാക്കൾ ചിത്രീകരിക്കുന്നുണ്ട്. ഇത് അതിനുശേഷം താൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ, ആ സ്ത്രീ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വിഷ്ണുനാഥ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഞാനൊരു അമ്മയെ പോലെയാണ് ചേച്ചിയെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് കാര്യങ്ങൾ വിഷ്ണുനാഥ് പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വിഷ്ണുനാഥ് തന്റെ ഭാഗം ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അവർ മറുപടി ഇല്ലാതെ ഇങ്ങനെ കേട്ടു നിൽക്കുകയാണ്. ആ സമയത്ത് ഇത് ചിത്രീകരിച്ചുകൊണ്ടിരുന്ന രണ്ട് യുവാക്കൾ അവര് വിഷ്ണുനാഥിന്റെ ഈ വിശദീകരണം കേൾക്കുമ്പോൾ അത് ചിത്രീകരിക്കാതെ അവര് നൈസായിട്ട് ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു പോകുന്ന ഒരു ദൃശ്യം കൂടിയുണ്ട്. ഇതിലുൾപ്പെടെയാണ് വിഷ്ണുനാഥ് പിന്നീട് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടുന്നത് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസ്സുകാരിയാണെന്ന് പറയുന്നെങ്കിൽ പോലും അവര് യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ്സുകാരി അല്ല. അവരുടെ മകൾ കൊറ്റങ്കരയിൽ ഇത്തവണ നടന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഗോപികാസദനം സ്കൂൾ വാർഡിൽ നിന്നുമുള്ള LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. മാത്രവുമല്ല അവരുടെ മകൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു DYFIയുടെ നേതാവാണ്. അതിനൊക്കെ ഉപരിയായിട്ട് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ഒരു SFIയുടെ നേതാവാണ്. SFIയുടെ അവിടെയുള്ള ഒരു ഏരിയ സെക്രട്ടറി ജിജോ എന്ന് പറയുന്ന ഒരു നേതാവാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ തെളിവ് സഹിതം പുറത്തു വിട്ടുകൊണ്ടാണ് PC വിഷ്ണുനാഥ് പിന്നീട് തന്റെ ആ നിലപാട് അറിയിക്കുന്നത്. ഇതിനകത്ത് CPM കളിച്ച ഒരു രാഷ്ട്രീയ നാടകത്തെ തുറന്നു കാട്ടാൻ വിഷ്ണുനാഥ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വിടുകയാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഇവരൊരു കോൺഗ്രസ്സുകാരിയല്ല, അവര് വെറുതെ അത്തരം ഒരു അവകാശവാദം ഉന്നയിച്ചതാണ്. ഇത് CPMന്റെ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. അവര് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇത്തരത്തിലൊരു നാടകം കളിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ തന്നെ ഏതാണ്ട് 30 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പരിപാടിയാണ്. ഇനിയെങ്കിലും CPM ഈ സ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് മാറ്റി പിടിക്കൂ എന്നൊരു ഉപദേശവും വിഷ്ണുനാഥ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവം വിഷ്ണുനാഥിന്റെ ഈ വിശദീകരണത്തോടു കൂടി ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. സത്യത്തിൽ CPM ആദ്യം പുറത്തിറക്കിയ ആ വീഡിയോ അത് വിഷ്ണുനാഥിനോട് ഈ സ്ത്രീ തട്ടിക്കയറുന്ന ഒരു കാര്യം മാത്രമാണ് പുറത്തുവിട്ടത്. ഞാൻ കോൺഗ്രസ്സുകാരിയാണ് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അത് മാത്രമാണ് പുറത്തുവിട്ടത്. എന്നാൽ വിഷ്ണുനാഥ് ഈ വിഷയം അറിഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള വീഡിയോ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് പുറത്തുവിട്ടതോടുകൂടി CPM വെട്ടിലായിരിക്കുകയാണ്. അവരുടെ മറ്റൊരു PR വർക്ക് കൂടി തകർന്ന് ഒളിഞ്ഞ് തരിപ്പണമായിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും CPM ഇത്തരത്തിലുള്ള നാറിയ കളികൾ ഇങ്ങനെ തുടരുകയാണ്. നമുക്കറിയാം, നേരത്തെ MP ഗോവിന്ദന്റെ ജാഥയ്ക്കിടയില് ഒരു അമ്മാവൻ, ഒരു വയോധികൻ വന്നുകൊണ്ട് തന്റെ പെൻഷൻ കാശ് പോക്കറ്റിൽ വെച്ചു കൊടുക്കുകയും LDF വന്നാലേ തനിക്ക് പെൻഷൻ കിട്ടുമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. അതിനു മുൻപായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ ജാഥയ്ക്ക് മുദ്രാവാക്യം വിളിക്കാനായിട്ട് അവരെ പഠിപ്പിച്ച് റിഹേഴ്സൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള CPMന്റെ ഒരു ഒട്ടനവധിയായിട്ടുള്ള ഈ പൊളിഞ്ഞ PR വർക്കുകളിൽ ഏറ്റവും അവസാനത്തെ ഒന്നായിട്ട് കുണ്ട്രയിലെ ഈ ഒരു വീഡിയോ PR കൂടി മാറിയിരിക്കുകയാണ്. എന്തായാലും PC വിഷ്ണുനാഥ് അവിടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയെ ഏതാണ്ട് 5000-ഓളം വോട്ടുകൾക്കാണ് വിഷ്ണുനാഥ് പരാജയപ്പെടുത്തിയത്. അത്തരത്തിൽ അതിനുശേഷം ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ജനകീയ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇടപെട്ട് അതിന് പരിഹാരം കാണുന്ന ജനങ്ങളുടെ ഒരു MLA ആയിട്ട് മാറിയ വ്യക്തിയാണ് വിഷ്ണുനാഥ്. അദ്ദേഹത്തെ നേരായ രീതിയിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ CPM അവർക്ക് ആരൊക്കെയോ തന്നെ ചില ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് നടത്തിയ ഒരു PR വർക്കാണ്. ആ PR വർക്കിന് ചുമതല വഹിക്കുന്നത് ആരാണ് എന്നത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഈ ചെയ്യുന്ന PR വർക്കുകളൊക്കെ കോൺഗ്രസിനും UDFനും എതിരായിട്ട് ചെയ്യുന്ന PR വർക്കുകളൊക്കെ തന്നെ അവർക്ക് അനുകൂലമായിട്ട് മാറുന്ന ഒരു ബൂമറാങ്കായിട്ട് CPMന് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൂടെ പൊതുജനങ്ങൾ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. ഒരു ജനകീയനായിട്ടുള്ള MLA കരിവാരിത്തേക്കാൻ, അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ, പൊതുസമൂഹത്തിൽ അധിക്ഷേപിക്കാനായിട്ട് CPM നടത്തിയ ഒരു PR നാടകം അത് പൊളിഞ്ഞ് പാളീസാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്.